കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രഞ്ജുവിന് ബോധം വരുവാണ്. ബോധം വന്നതിന് ശേഷം രഞ്ജു ഗോവിന്ദയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. തന്റെ അവസ്ഥയ്ക്ക് ആരാ കാരണം, തന്നോട് ഈ ക്രൂരത ചെയ്ത ആരാന്നൊക്കെയുള്ള കാര്യങ്ങള്. പിന്നീട് ഗോവിന്ദ് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, അതിന്റെ വിശേഷങ്ങളും. അതോടൊപ്പം തന്നെ വിജയലക്ഷ്മിനെ കാണാനായിട്ട് ഗോവിന്ദ് ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് എത്തുവാണ്. ചെമ്പകശ്ശേരി തറവാട്ടിൽ എത്തിയതിനു ശേഷം വിജയലക്ഷ്മിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു അജാസ് ധ്യാനിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഗീതുവിനോട് പറയുകയാണ്. അപ്പൊ ധ്യാൻ എന്നൊരാള് ഗോവിന്ദ് സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചു കഴിഞ്ഞപ്പോ ഗോവിന്ദ് സാറ് ഫോണുമായിട്ട് പുറത്തേക്കാ പോയത്. അപ്പൊ ഇവിടെയുള്ള ആളല്ല, പുറത്തുള്ള ആളായിരിക്കും. അതാണ് ചാൻസ്. പറയാൻ കാരണം വിളിച്ചു കഴിയുമ്പോഴത്തേനും അയാൾ പറയുന്നുണ്ടായിരുന്നു രാത്രിയാണ്, ഇവിടെ ഇപ്പൊ രാത്രിയാന്നൊക്കെ. അപ്പൊ ഗീതു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അയാളെ പുറത്തുള്ള ആളായിരിക്കും. പക്ഷെ അങ്ങനെ ആളെ പറ്റി ഇതുവരെയായിട്ടും ഗോവിന്ദ് സാർ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു പക്ഷെ വിജയലക്ഷ്മി അമ്മ അങ്ങനെ ഒരു നമ്പർ കൊടുക്കണമെങ്കിൽ അത് രഞ്ജുവായിട്ട് ബന്ധപ്പെട്ട ആളുടെ നമ്പറാണോ? അയാളുടെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയല്ലേ ചെയ്ത് രഞ്ജുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി. രഞ്ജു അയാളുമായിട്ടുള്ള ബന്ധം എന്താണ്, അതാദ്യം നമുക്ക് കണ്ടെത്തണമെന്ന് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അജാസ് പറഞ്ഞു ശരിയാ പെങ്ങള് പറഞ്ഞ്, ആദ്യം അതാ നമ്മൾക്ക് കണ്ടെത്തേണ്ടത്. അതിന് ധ്യാനിന്റെ നമ്പർ കിട്ടണം. ധ്യാനിന്റെ നമ്പർ കിട്ടിയാലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. അതിനിപ്പോ എന്താ ഒരു പോംവഴി? ഒരു കാര്യം ചെയ്യാം, വൈകുന്നേരം കണ്ണേട്ടൻ വന്നു കഴിയുമ്പം കണ്ണേട്ടൻ്റെ ഫോണിൽ നിന്ന് ആ നമ്പർ എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ നമ്പർ കിട്ടുവാണെങ്കിൽ നമുക്കതിനകത്തേക്ക് വിളിച്ചു നോക്കാം. വിളിച്ചു നോക്കുമ്പോൾ അയാൾ സത്യങ്ങളൊക്കെ പറയുന്ന ആളാണെങ്കിൽ ഒരുപക്ഷെ ഇതുവരെയുള്ള രഞ്ജുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും. രഞ്ജുവും ഗോവിന്ദനും തമ്മിലുള്ള ബന്ധം എന്താന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും എന്ന് പറയാണ്. അജാസ് പറഞ്ഞു കൊള്ളാം, അത് നല്ല ഐഡിയ ആക്കിയാന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നേരെ ഗോവിന്ദ് ചെല്ലുന്ന ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലിലേക്ക് ചെന്നുമ്പോൾ രഞ്ജുവിന് ബോധം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഗോവിന്ദന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. കാരണം വിജയലക്ഷ്മി വന്നിട്ട് പോലും രഞ്ജു ആണെങ്കിൽ വല്ലാത്ത മനോഭാവമായിരുന്നു വിജയലക്ഷ്മിയോട് കാണിച്ചേ. നല്ല ചീത്തയൊക്കെ പറഞ്ഞു വിടുക ചെയ്തേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഗോവിന്ദ് കടന്നു വരുന്നേ. ഗോവിന്ദ് വന്ന ഉടനെ രഞ്ജുവിന് മുഖത്തൊരു വാടിയ പുഞ്ചിരി ഉണ്ടായി. ഗോവിന്ദ് ഓടി വന്ന് രഞ്ജുവിൻ്റെ അടുത്തിരിക്കുവാണ്. അടുത്തിരുന്ന കയ്യിലൊക്കെ തലോടിക്കൊണ്ടിരിക്കുക. രഞ്ജു പറഞ്ഞു എനിക്കിനി ആയുസ് ഉണ്ടായിരുന്നു ഗോവിന്ദേട്ടാ, അതുകൊണ്ടല്ലേ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് ചോദിക്കുകയാണ്. ഗോവിന്ദ് പറഞ്ഞു നീ ഇതൊക്കെ ഓർത്ത് എന്തിനാ വിഷമിക്കണേ, നിനക്കൊന്നും സംഭവിക്കില്ല, ചെറുതായിട്ടൊരു പ്രശ്നം, അതാ അനീമയുടെ പ്രശ്നമെന്ന് പറഞ്ഞില്ലേ അതാന്ന് പറയണം. അല്ല ഗോവിന്ദേട്ടാ, എനിക്ക് എന്തോ കാര്യമായിട്ടൊരു പ്രശ്നമുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന്. ഞാൻ മരിച്ചു പോകുന്ന തന്നെ പ്രതീക്ഷിച്ച് എന്നെ ആരെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നേ എന്നൊക്കെ ചോദിക്കണം. നിന്നെ കൊണ്ട് നിന്നെ കാണാതെ വന്നപ്പോൾ ഞാൻ അന്വേഷിച്ച് വീട്ടിൽ വന്ന ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഗോവിന്ദ്. നിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല, പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് നീ വരാതിരുന്നപ്പോൾ ഞാൻ അന്വേഷിച്ചു വന്നു. നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് രഞ്ജു ആ മെഡിസിൻ മുടക്കരുതെന്ന്. രാവിലെയും കൂടെ ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ, എന്നിട്ട് നീ എന്താ മെഡിസിൻ വാങ്ങിക്കാതിരുന്നേ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇനിയിപ്പോൾ അതേക്കുറിച്ചൊന്നും ഗോവിന്ദേട്ടൻ പറയണ്ട, എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ഗോവിന്ദേട്ടൻ രഞ്ജു പറയാണ്. പിന്നീട് രഞ്ജുവിനോട് ചോദിച്ചു അല്ല ആരാ നിന്നോട് ഈ ക്രൂരത കാണിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് രഞ്ജു പറഞ്ഞു എന്നോട് രാധികാമ്മ വരണു എന്ന് ഉള്ള കാര്യം രഞ്ജു തുറന്നു പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദന് ഞെട്ടലുണ്ടായി. പെട്ടെന്ന് ഗോവിന്ദൻ പറഞ്ഞു ഒരു പക്ഷേ രാധികാമ്മയ്ക്ക് നീ അവിടെ വന്ന് നിൽക്കുന്ന ഇഷ്ടപ്പെട്ട് കാണില്ല, നിന്നോട് ഞാൻ കൂടുതൽ സ്നേഹം കാണിക്കുന്നതുകൊണ്ട് രാധികാമ്മ അങ്ങനെ ചെയ്തിരിക്കും. നിനക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാവുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷ പോലും കാണത്തില്ല, അസുഖത്തെക്കുറിച്ചൊന്നും അറിയത്തില്ലോ, അതുകൊണ്ടായിരിക്കും രാധികാമ്മ അങ്ങനെ ചെയ്തത്. എന്റെ സ്നേഹം വേറെ ആർക്കും പങ്കിട്ട് കൊടുക്കുന്നേ രാധികാമ്മയ്ക്ക് ഇഷ്ടമില്ല, കാരണം അവരെന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് രഞ്ജു, അതാന്ന് പറയണേ. പക്ഷെ രഞ്ജു അതിനൊരു മറുപടിയും പറഞ്ഞില്ല. രഞ്ജുവിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാധികാമ്മയ്ക്കും വരുണും യഥാർത്ഥ സ്നേഹമാണോ ഗോവിന്ദനോട്? പക്ഷെ ഇപ്പോഴത് പറയാൻ പറ്റില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും? തന്നെ ഗോവിന്ദൻ തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ രാധികാമ്മേനെ സ്നേഹിക്കുന്നേ. അത് താൻ മനസ്സിലാക്കിയതാണ്. അപ്പം ആ മനസ്സ് വേദനിക്കുന്ന കാണാനായിട്ട് രഞ്ജുവിന് ആഗ്രഹം ഇല്ലായിരുന്നു. പിന്നീട് രഞ്ജു അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് സംസാരിക്കാൻ പോയില്ല. ഗോവിന്ദൻ പറഞ്ഞു സാരമില്ല, കഴിഞ്ഞു. ഇനി ഇപ്പം നിന്നെ ഞാൻ അറക്കൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാ. കൊണ്ടുപോയിട്ട് നിന്നെ ഒരു പോറൽ പോലും വരുത്താൻ ഞാൻ നോക്കിക്കോളാം. നിന്നോട് എന്തേലും പറയുമോ, ഇങ്ങനെ എന്തേലും ക്രൂരത കാണിക്കോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ആ വീടിന് പുറത്താക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് എൻ്റെ ഒപ്പം പോരാൻ പറയണം. പിന്നീട് രഞ്ജു വിജയലക്ഷ്മി വന്ന കാര്യങ്ങളൊക്കെ പറയണം. പറഞ്ഞു എന്നെ അങ്ങോട്ട് വിളിച്ചു, ഞാൻ പക്ഷേ പോകാൻ കൂട്ടാക്കില്ല. അല്ലെങ്കിലും ഗോവിന്ദേട്ടൻ അറിയാലോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ സ്ത്രീയെ ഞാൻ അത്രമാത്രം വെറുക്കുന്നുണ്ട്. ധ്യാനും തമ്മിലുള്ള വിവാഹബന്ധം നടക്കാതിരിക്കാൻ ഒറ്റ ഒരാളാ കാരണം,
അതെൻ്റെ സ്വന്തം പെറ്റമ്മ തന്നെയാണ്. അവരെ എനിക്ക് ഈ ജീവിതത്തിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്നൊക്കെ ഗോവിന്ദനോട് പറയാണ്. ഗോവിന്ദൻ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും ഓർത്തിപ്പം നീ ടെൻഷൻ അടിക്കണ്ട, നമുക്കതിന് ഇനിയും സമയമുണ്ട്, ആലോചിക്കാം. ആദ്യം നീ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് പെട്ടെന്ന് റിക്കവർ ആയിട്ട് വാ, എന്നിട്ട് വേണം നമുക്കിനി പഴയ പോലെ അടിച്ചു പൊളിക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഗീത് കടന്നു വരുന്നത്. ഗീതുവിനെ കണ്ടത് രഞ്ജുവിൻ്റെ മുഖം പെട്ടെന്ന് മാറി. പെട്ടെന്ന് ഗീതു പറഞ്ഞു, രഞ്ജു, അതെ, ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും വന്നല്ല, നിന്നെ കാണാൻ വേണ്ടി വന്നാ. നിന്നോട് ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നിനക്ക് ഇങ്ങനെ അസുഖം ഉണ്ടാവുന്നോ അങ്ങനെയൊന്നും വിചാരിച്ചു പോലുമില്ല. എന്നോട് ക്ഷമിക്കൂ കേട്ടോ, ഞാൻ എന്തെങ്കിലും അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. ഇതും കേട്ട് രഞ്ജു വീണ്ടും മുഖം തിരിച്ചില്ല. നീ എന്നോട് പിണങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല. വിജയലക്ഷ്മിയായിട്ട് ഞാൻ കൂടുതൽ അടുത്തല്ലായിരുന്നോ നിന്റെ ഏറ്റവും വലിയ പ്രശ്നം? ആ വിജയലക്ഷ്മിനെ ഞാൻ ഇന്നത്തെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നേ. ഇനി ഒരിക്കലും എനിക്ക് അവരെ അമ്മയായിട്ട് കാണാനൊന്നും കഴിയില്ല. ഞാൻ അവരെ വെറുക്കുക. നിനക്കറിയാലോ രഞ്ജു, വിജയലക്ഷ്മിനെ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിലല്ലേ നീ എന്നെ അകറ്റിയിരുന്നേ, നീ എന്നെ ശത്രുവായിട്ട് കണ്ടിരുന്നേ. അതുകൊണ്ട് ഇനി അത് വേണ്ട കേട്ടോ, ഇനി നമുക്ക് ഫ്രണ്ട്സ് ആകാം. ധൈര്യമായിട്ടിരുന്നോ, നിനക്ക് ഫുൾ സപ്പോർട്ടോടെ എപ്പോഴും നിന്റെ കൂടെ ഞാനുണ്ടാവുമെന്ന് പറയാണ്. രഞ്ജുവിന് മുഖത്തിന് ചെറിയ പുഞ്ചിരി വന്നു. പക്ഷെ ഗോവിന്ദ് അന്താളിപ്പോടെയാണ് ഗീതുവിനെ നോക്കുന്നത്. ഇവൾ എന്തൊക്കെയാ പറയണേ, സത്യമാണോ പറയുന്നേ? രഞ്ജുവിന് വേണ്ടിയിട്ട് ഇവള് വിജയലക്ഷ്മിന് വേണ്ടെന്ന് വെച്ചോ, അതോ അവരോട് വഴക്കടിച്ചോ? അങ്ങനെ ഗോവിന്ദൻ ഒന്നും കൂടെ മനസ്സിലാകുന്നില്ലായിരുന്നു. എന്തൊക്കെയോ കളികൾ ഇതിനകത്തുണ്ടല്ലോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. പിന്നീട് രഞ്ജുവിനോട് കുറച്ച് സമയം കൂടെ അവിടെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ ഗീതു തിരക്കുന്നുണ്ട്. അതിനുശേഷമാണ് പോരുന്നത്. ഈ സമയത്ത് ഗോവിന്ദ് എന്ത് ചെയ്യുവാണ്, നേരെ വിജയലക്ഷ്മിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. വിജയലക്ഷ്മിയാണ് വീട്ടിൽ പോയിട്ട് വല്ലാത്തൊരു സങ്കടം തന്നെയായിരുന്നു. ഗീതുവിനോട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നു, ഇനി എന്നെ കാണാൻ വരില്ല, ശത്രുവിനെ പോലെ കാണണം എന്നൊക്കെ. അതൊക്കെ തൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാ. അവളുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. പാവം ഇവിടെ നിന്ന് അമ്മയെ കഥ തുറക്കുന്നു പറഞ്ഞ് കുറേ തവണ വിളിച്ച് കരഞ്ഞിട്ടാ പോയത്. ഇനി ഈ പാവങ്ങളൊക്കെ താൻ എവിടെ കൊണ്ട് കഴിയിക്കളെ എൻ്റെ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് കോളിംഗ് ബെല്ലടിച്ച് പോയി കഥ തുറന്ന് പോയി കഴിയുമ്പോഴത്തേനും ഗോവിന്ദ നിൽക്കുന്നത്. ഗോവിന്ദനെ കണ്ടതും വിജയലക്ഷ്മി ഒരു ഞെട്ടലുണ്ടായി. കാരണം ചെമ്പശ്ശേരിയിലേക്ക് വരത്തില്ല എന്ന് പറഞ്ഞവനാണ്. പിന്നെ എന്തിനാണ് ഇവൻ ഇങ്ങോട്ട് ഈ സമയത്ത് വന്ന്? എന്തേലും കാര്യമുണ്ടോ? രഞ്ജുവിന് ഇനിയിപ്പോൾ വല്ല ആപത്തും? അങ്ങനെ നൂറ് ടെൻഷനുകൾ വിജയലക്ഷ്മിയുടെ മനസ്സിൽ കൂടെ ഒരു നിമിഷം ഓടി പോവാണ്. പെട്ടെന്ന് വിജയലക്ഷ്മി വെച്ചു, അല്ല എന്താ ഗോവിന്ദ, എന്താ രഞ്ജുവിന് എന്തേലും? രഞ്ജുവിനൊരു കുഴപ്പമില്ല, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണമെന്ന് പറയാം, ബാ അകത്തേക്ക് കയറി വാ, അകത്തിരുന്ന് സംസാരിക്കാന്ന് പറയാം. വേണ്ട, അകത്തിരുന്നൊന്നും സംസാരിക്കേണ്ട, എനിക്ക് ഇവിടെ ഒന്ന് സംസാരിച്ചാൽ മതി എന്ന് പറയാം. പെട്ടെന്ന് ഒരു കാര്യം ചെയ്യും, ഞാൻ ചായ എടുത്തിട്ട് വരാം. ചായയൊന്നും വേണ്ട, സൽക്കാരം സ്വീകരിക്കാനല്ല വന്ന്, എനിക്ക് രഞ്ജുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. അല്ല, രഞ്ജുവിനെ കുറിച്ച് എന്ത് കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്? അതൊക്കെ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എനിക്ക് നമ്പർ ഇട്ട് തന്നായിരുന്നല്ലോ, ഞാൻ ധ്യാനെ വിളിച്ച് സംസാരിച്ചെന്ന് പറയണം. എനിക്ക് ഒരാഗ്രഹം തോന്നുന്നുണ്ട് എൻ്റെ മനസ്സിൽ, രഞ്ജുവിന് ഒരു വിവാഹ ജീവിതം അത് വേണം, രഞ്ജുവിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറയാം. ഇത് കേട്ടതും വിജയലക്ഷ്മി ചോദിച്ചു, നീ ഇതെല്ലാം അറിഞ്ഞിട്ടാണോ ഗോവിന്ദ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ചോദിക്കണം. അല്ല എന്തറിയാനാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രഞ്ജുവിനിപ്പോൾ ഒരു കുഴപ്പമില്ല, അവൾക്കൊരു ജീവിതം, അതാ എൻ്റെ ലക്ഷ്യം എന്ന് പറയാം. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഗോവിന്ദ്, കാരണം ഇനി ഒരു ആളുടെ ജീവിതം കൂടെ നശിപ്പിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഒന്നും അറിയത്തില്ലാത്ത ഒരാളുടെ ജീവിതം നശിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവന് എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതാണ്. ഏത് സമയം പറയാൻ പറ്റില്ല. അങ്ങനെ ഒരാളെ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേനും കയറി വരുന്ന ഒരാളുടെ ജീവിതം കൂടെ അല്ലേ നശിച്ചു പോകുന്നേ, വെറുതെ എന്തിനാ ആ പയ്യന്റെ ജീവിതം കൂടെ നശിപ്പിച്ച് കളയണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, അതിൻ്റെ ഒന്നും കാര്യമില്ല, എത്ര നാൾ രഞ്ജു ജീവിച്ചിരിക്കുന്നോ അത്രയും നാൾ സന്തോഷത്തോടെ ജീവിച്ചിരിക്കണം. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ധ്യാനെ വിവാഹം കഴിക്കാന്നുള്ളത്. അപ്പോൾ അവർ തമ്മിലുള്ള കല്യാണം നടക്കണം. അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ സന്നദ്ധനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യുക, ധ്യാനെ വിളിച്ച് ചോദിക്കുക, അവൻ എത്ര കോടി രൂപ വേണം രഞ്ജുവിനെ വിവാഹം കഴിക്കാനായിട്ട്, എത്ര കോടി രൂപ വേണമെന്ന് കൊടുക്കാം, എൻ്റെ സ്വത്തുക്കൾ വേണേ മുഴുവൻ ഞാൻ അവന് എഴുതി കൊടുക്കാം, എന്നാലും രഞ്ജുവിനെ സ്വീകരിക്കാൻ അവനോട് പറയണം. ഇത് കേട്ടതും വിജയലക്ഷ്മി ഒന്ന് ഞെട്ടിത്തിരിച്ചു. നീ എന്തൊക്കെയാ ഗോവിന്ദ പറയണേ? പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതാണോ പല ബന്ധങ്ങളും? അതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പറയണം. ഇല്ല, അവനോട് ചോദിച്ചു നോക്ക്, എനിക്കിത് ഒരുപക്ഷെ അവനോട് ചോദിക്കാൻ കഴിയില്ല, നിങ്ങളുമായിട്ട് നല്ല അടുപ്പത്തിലാണല്ലോ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. എന്താണെങ്കിലും എനിക്ക് രഞ്ജുവിന് വിവാഹം നടത്തിയേ പറ്റുള്ളൂ. അവളിനി ഇരിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടെ ജീവിക്കണം. അവളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് പറയണം എന്നും പറഞ്ഞ് ഗോവിന്ദ് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് വിജയലക്ഷ്മി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നിൽക്കുവാണ്. ഗോവിന്ദ് പറഞ്ഞത് കാര്യമൊക്കെ ഉണ്ട്, കുറച്ചാൾ രഞ്ജു ഉള്ളെങ്കിൽ അവളുടെ മനസ്സിന് സമാധാനം സന്തോഷം കിട്ടണം. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു പയ്യന്റെ ജീവൻ നശിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലെന്ന് ഒരു നിമിഷം വിജയലക്ഷ്മി ചിന്തിക്കുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മളിനി കാണാൻ പോകുന്നത്.
അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പം ഇതിൻ്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരും. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.